വളരെ ശാന്തനായ ഒരു രാഷ്ട്രീയക്കാരനായും മന്ത്രിയായൊക്കെ മമ്മൂക്ക അഭിനയിച്ച ഒരു സിനിമയായിരുന്നു നയം വ്യക്തമാക്കുന്നു. ആ ഒരു സിനിമയുടെ ചില കഥകൾ നമ്മൾ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ഇതേപോലെ മമ്മൂക്ക ഒരു വളരെ തീപ്പൊരി സഖാവായിട്ട് അഭിനയിച്ച ഒരു സിനിമയുണ്ട്. ആ ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരു സിനിമ മമ്മൂക്കയുടെ കരിയറിലൊരു ഒരു പ്രത്യേക സ്പേസ് ഉണ്ട് ആ ഒരു സിനിമയ്ക്ക്. കാരണം മമ്മൂക്കയുടെ ഒരു ബെസ്റ്റ് ക്യാരക്ടേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ, ഒരു കമേഴ്ഷ്യൽ സിനിമകളിലെ ഒരു നായക വേഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തായാലും ഒരെണ്ണം കോട്ടയം കുഞ്ഞച്ചൻ തന്നെയായിരിക്കും. അതിൻ്റെ സംവിധായകൻ TS സുരേഷ് ബാബു മമ്മൂക്കയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സംവിധായകനാണ്. അദ്ദേഹം തന്നെ ഒരുപാട് ഇൻ്റർവ്യൂസിൽ കോട്ടയം കുഞ്ഞച്ചൻ ഒരു സിനിമ സംഭവിക്കാനും അല്ലെങ്കിൽ ആ ഒരു സിനിമ ഹിറ്റാക്കാനൊക്കെ മമ്മൂക്ക എടുത്ത ഒരു എഫേർട്ടൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലെ തന്നെ മറ്റൊരു ഹിറ്റായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ് ദിനേശ് പണിക്കർ. ഇതുപോലെ തന്നെ മമ്മൂക്കയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നിർമ്മാതാവാണ്. കിരീടം എന്ന് പറയുന്ന ഒരു സിനിമയുടെ വൺ ഓഫ് ദ പ്രൊഡ്യൂസറായിരുന്നു. പിന്നെ സുരേഷ് ബാബുവിനും അതുപോലെ തന്നെ ദിനേശ് പണിക്കർക്കൊക്കെ മമ്മൂക്ക ഒരു ഡേറ്റ് എപ്പോഴും നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കോട്ടയം കുഞ്ഞച്ചൻ കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ കിരീടം എന്ന് പറയുന്ന ഒരു സിനിമ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ദിനേശ് പണിക്കർക്ക് മമ്മൂക്ക ഒരു ഡേറ്റ് കൊടുത്തിട്ട് ഒരു അഡ്വാൻസ് ഒക്കെ കൊടുത്തിരുന്നു. പക്ഷേ ഇവർ മൂന്നുപേരും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ഒരു സിനിമ സംഭവിക്കാൻ കുറച്ച് കാലം എടുത്തു. അങ്ങനെ ഏകദേശം ഒരു 98 മമ്മൂക്ക ദിനേശ് പണിക്കരെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സിനിമ കഥ റെഡി ആയിട്ടുണ്ട്, ഏകദേശം ഒരു ക്യാരക്ടറും കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്, നമുക്കൊരു പടം ചെയ്യാം എന്ന് പറഞ്ഞ് സുരേഷ് ബാബു ഡയറക്ടർ, നമ്മുടെ ദാമോദരൻ മാഷ് എന്നെ വിളിക്കുന്ന ദാമോദരൻ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പോൾ ദാമോദരൻ മാഷ് നമുക്കറിയാം തീപ്പൊരി ഡയലോഗുകളൊക്കെ അല്ലെങ്കിൽ ഭയങ്കര രാഷ്ട്രീയ സിനിമകളൊക്കെ ചെയ്തിരുന്ന, ശരിക്കും മലയാളത്തിലെ ഒരു തുടക്കകാലത്തെ, ഇപ്പോൾ പിന്നീട് രഞ്ജി പണിക്കരൊക്കെ ഉണ്ടെങ്കിലും തുടക്കകാലത്തെ ഒരു ഹിറ്റ് റൈറ്റർ തന്നെയായിരുന്നു ദാമോദരൻ മാഷ്. അങ്ങനെ ദാമോദരൻ മാഷിൻ്റെ ഒരു കഥ, മമ്മൂക്ക ആദ്യമായിട്ട് ഒരു തീപ്പൊരി സഖാവിൻ്റെ വേഷം, മമ്മൂക്ക അധികമൊന്നും അങ്ങനെ രാഷ്ട്രീയ വേഷങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നയം വ്യക്തമാക്കുന്നു എന്ന് പറയുന്ന ഒരു സിനിമ, പിന്നീട് ഈ അടുത്ത് മൺ എന്ന് പറയുന്ന സിനിമ, ചുരുക്കം സിനിമകളേ ഉള്ളൂ. അതിലൊരു സിനിമയാണ് ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയുടെ കഥ ഇവരൊരു കഥയൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ഇവർ പ്ലാൻ ചെയ്തതിൻ്റെ പേര് ചെങ്കൊടി എന്നായിരുന്നു. അന്ന് മമ്മൂക്കയുടെ ചെങ്കൊടി എന്നും പറഞ്ഞിട്ടൊരു അനൗൺസ്മെൻ്റ് ഒക്കെ വന്നു. ഇതന്ന് വളരെയധികം വിവാദമായിരുന്നു. കാരണം ചെങ്കൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയുള്ള ഒരു സിനിമയായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ചർച്ചകളൊക്കെ വന്ന് കുറേ പേരൊക്കെ പ്രതിഷേധമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാവ്, ഇന്നും MA ബേബി എന്ന് പറയുന്ന മന്ത്രിയും ഇന്നത്തെ പാർട്ടിയുടെ തന്നെ വലിയൊരു നേതാവൊക്കെ, അദ്ദേഹം ദിനേശ് പണിക്കരൊക്കെ ആയിട്ട് സംസാരിച്ചു. ഇതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ വായിച്ച് ഒരു കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് ഒരിക്കലും ഒരു കമ്മ്യൂണിസത്തിനെതിരല്ല, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റും കൂടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ സിനിമ പ്രൊസീഡ് ചെയ്തു. ആ ഒരു സിനിമ പക്ഷേ ചെങ്കൊടി എന്ന് പറയുന്ന ഒരു പേര് പ്രശ്നം വരണ്ടെന്ന് വെച്ചാൽ ഇവർ പേര് മാറ്റി. അങ്ങനെ പേര് മാറ്റി ആ സുരേഷ് ബാബുവിൻ്റെ തന്നെ മുമ്പത്തെ സിനിമകൾ കോട്ടയം കുഞ്ഞച്ചൻ, അതുപോലെ തന്നെ പ്രായിക്കര പാപ്പാൻ എന്നുള്ള ഒരു പേരുകളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഹിറ്റ് സിനിമകളുടെ ടൈറ്റിൽസ്. അങ്ങനെ അദ്ദേഹം ഇട്ടൊരു പേരാണ് സ്റ്റാലിൻ ശിവദാസ്. അങ്ങനെ ഈ ഒരു സ്ക്രിപ്റ്റ്, പക്ഷെ ദാമോദര മാഷിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ ലെങ്തി ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവർ പിന്നീട് കുറച്ച് കട്ട് ഷോട്ടൊക്കെ ചെയ്ത് സ്ക്രിപ്റ്റൊക്കെ ഷോർട്ടൊക്കെ ആക്കിയിട്ട് ഒരുവിധം 30-35 ദിവസങ്ങൾ കൊണ്ടാണ് ആ ഒരു സിനിമ ഷൂട്ട് ചെയ്തത്. അന്ന് ആ സിനിമ ഏകദേശം 1.25 കോടിയുടെ മേളിലായിരുന്നു അതിൻ്റെ ബഡ്ജറ്റ്. അന്നതൊരു ചെറിയ ബഡ്ജറ്റ് അല്ല, എന്നാൽ വളരെ ഹൈ ബഡ്ജറ്റും അല്ല. പ്രൊഡ്യൂസർ ദിനേശ് പണിക്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, സുരേഷ് ബാബു ഒരു പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടറാണ്. അദ്ദേഹം ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹം വളരെ കൺട്രോൾഡായിട്ട് വളരെ ചെലവ് ചുരുക്കി അദ്ദേഹം ഷൂട്ട് ചെയ്തു. സുരേഷ് ബാബുവിൻ്റെ അനിയൻ സംവിധായകനായ TS സജീവ് ഈ സിനിമയുടെ ഒരു സെക്കൻഡ് യൂണിറ്റ് ഡയറക്ടർ എന്ന രീതിയിൽ ഇരുന്നിട്ടാണ് ആ സിനിമ തീർത്തത്. ആ ഒരു സിനിമ 99 മാർച്ച് മാസത്തിലാണ് റിലീസാവുന്നത്. റിലീസായ ആദ്യത്തെ 2 ദിവസമൊക്കെ നല്ല കളക്ഷനായിരുന്നു. 3-ാം ദിവസം സൺഡേ ഒട്ടും പ്രതീക്ഷിക്കാതെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു സിനിമ സൺഡേ റിലീസ് ചെയ്തു. പൊതുവെ വെള്ളിയാഴ്ചകളാണ് സിനിമകൾ റിലീസ് ചെയ്യാറുള്ളത്. സൺഡേ ഒരു സിനിമ 6 മാസമായിട്ട് പെട്ടി കിടക്കുന്ന ഒരു സിനിമ റിലീസ് ചെയ്തു. ജോഷി, സുരേഷ് ഗോപി, രഞ്ജി പണിക്കർ ഒന്നിക്കുന്ന സിനിമ, അതായിരുന്നു പത്രം. ആ ഒരു സിനിമ ഒരുപാട് വിവാദങ്ങളുണ്ടായി, സെൻസർ ബോർഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ കാരണമായിരുന്നു പെട്ടിയിൽ ഇരുന്നിരുന്നത്. പക്ഷെ ആ സിനിമ എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ച് ഒരു സുപ്രഭാതത്തിൽ ആ സിനിമ കൊണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്തു. അന്ന് കോട്ടയം കുഞ്ഞച്ചന് 30-35 സെൻറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ പത്രം ഇതിൻ്റെ ഡബിൾ സെൻറ്റേഴ്സിലാണ് റിലീസ് ചെയ്തത്. അങ്ങനെ കോട്ടയം കുഞ്ഞച്ചൻ്റെ സ്റ്റാലിൻ ശിവദാസ് 30-35 സെൻറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ പത്രം റിലീസ് ചെയ്ത 60ഓളം സെൻറ്ററുകളിലായിരുന്നു. പക്ഷേ 3-ാം ദിവസമായപ്പോൾ സ്റ്റാലിൻ ശിവദാസിൻ്റെ കളക്ഷൻ കുറഞ്ഞു. അങ്ങനെ ആ സിനിമ വളരെ ഹൈപ്പിൽ വന്ന് വളരെ നല്ല ഇനീഷ്യൽ കളക്ഷന് കിട്ടി. പക്ഷേ പത്രം അതിൻ്റെ ഒപ്പം, അതും ഏകദേശം നമുക്കറിയാം ഒരു സോഷ്യൽ റെലവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്സും തീപ്പൊരി ഡയലോഗുകളൊക്കെ രഞ്ജി പണിക്കർ എഴുതുന്നതാണ്.
അങ്ങനെ ടി ദാമോദരൻ മാഷിന്റെ സ്ക്രിപ്റ്റിനെ പത്രം ഒന്ന് ചവിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ആ സിനിമ ശരിക്കും അന്ന് ലാഭമായില്ല, ചെറിയ രീതിയിൽ നഷ്ടവും പ്രൊഡ്യൂസർക്ക് വന്നതായിരുന്നു. പക്ഷേ പ്രൊഡ്യൂസറുടെ സൈഡിലായാലും സുരേഷ് ബാബുവിൻ്റെ സൈഡിൽ അവർ പറഞ്ഞ വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ്. ഇന്നും മമ്മൂക്ക ഫാൻസിന് തൃപ്തിപ്പെടുത്തുന്ന ഒരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു ആ സിനിമ. അപ്പം അന്ന് ചെങ്കൊടി എന്ന പേരിൽ വന്നിട്ട് സ്റ്റാലിൻ ശിവദാസ് എന്ന പേരിലേക്ക് മാറിയ ഒരു സിനിമയാണ്. എനിക്ക് നിങ്ങൾ എത്ര പേര് ആ സിനിമ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. മമ്മൂക്ക വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുള്ള സിനിമയെന്ന് ഖുഷ്ബു വരുന്നതൊരു നായികയായിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ഒരു പൊളിറ്റിക്സ് ശരിക്ക് ഇടതുപക്ഷത്തിൻ്റെ ഒക്കെ ചില പൊളിറ്റിക്സും ഇവരുടെ ശരിക്കും ഒരു പൊളിറ്റിക്സ് പറഞ്ഞാൽ കൂടുതൽ അതിൽ എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച്, രക്തസാക്ഷികളെക്കുറിച്ച് അങ്ങനെയുള്ള ചില ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തൊരു സിനിമയായിരുന്നു. ഇപ്പം മമ്മൂക്കയുടെ സ്റ്റാലിൻ ശിവദാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാം. മമ്മൂക്കയുടെ രാഷ്ട്രീയ സിനിമകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറച്ച് സിനിമകളുള്ള, നിങ്ങളുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ സിനിമ മമ്മൂക്ക അഭിനയിച്ചതിൽ ഏതാണെന്നും കൂടി നമ്മളോട് ഷെയർ ചെയ്യും.